ഒരു രോഗിക്ക് ഇതുമൂലം അയാളുടെ കേൾവിശക്തി നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ ബാലൻസിനെ നഷ്ടപ്പെടുവാനും ഇനി ഇത് പിന്നെ വ്യാപിച്ച് ഞരമ്പിനെ ബാധിച്ചാൽ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡ് തന്നെ പാരലൈസ് ആവാനും ചാൻസ് ഉണ്ട്. എൻ്റെ പേര് ബിന്ദു. എനിക്ക് ചെവിയുടെ പ്രശ്നമായിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത്. എനിക്ക് തലകറക്കമായിരുന്നു ചെവിയുടെ പ്രശ്നത്തിൽ. ഞാനിവിടെ വന്ന് ഡോക്ടർ നിഖിൽ മാത്യുവിനെയാണ് കണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഇവിടെ സർജറി ചെയ്തു. 3 ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എനിക്ക് തലകറക്കം പൂർണ്ണമായിട്ട് മാറിയിപ്പോൾ. എന്നെ പരിചരിച്ച ഡോക്ടർക്കും ഇവിടുത്തെ സിസ്റ്റർമാർക്കും എല്ലാം എനിക്ക് എൻ്റെ നന്ദി. ചെവിയിൽ നിന്ന് നിരന്തരമായി പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. പൊതുവെ ഇത് 2 തരമുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ചെവിയുടെ ഇയർ ഡ്രമ്മിൽ ഹോൾ ഉണ്ടായതിനു ശേഷം പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് കൊളസ്റ്റിയോട്ടോമ എന്ന് പറയും. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു സ്കിൻ ടിഷ്യൂ, ഒരു ദശ പോലെ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ചെവിക്കുള്ളിൽ ചെവിയുടെ കേൾവിയെ സഹായിക്കുന്ന ഓർഗൻസ് ഉണ്ട്, എല്ലുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇതിനെ സെമി സർക്കുലർ കനാൽ വെസ്റ്റിബ്യൂൾ എന്നൊക്കെ പറയും. അതുകൂടാതെ തന്നെ നമ്മളുടെ ഫേഷ്യൽ മസിൽസിനെ നിയന്ത്രിക്കുന്ന ഞരമ്പും, അതായത് ഫേഷ്യൽ നെർവ് എന്ന ഞരമ്പും ഈ ഭാഗത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദശ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവയെല്ലാം ബാധിക്കുവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു രോഗിക്ക് ഇതുമൂലം അയാളുടെ കേൾവിശക്തി നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ ബാലൻസിനെ നഷ്ടപ്പെടുവാനും ഇനി ഇത് പിന്നെ വ്യാപിച്ച് ഞരമ്പിനെ ബാധിച്ചാൽ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡ് തന്നെ പാരലൈസ് ആവാനും ചാൻസ് ഉണ്ട്. ഈ അമ്മയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ, ഈ അമ്മ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ അസഹനീയമായ തലകറക്കമായിരുന്നു പ്രശ്നം. അതായത് സ്വന്തമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തലകറക്കം. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ തന്നെ കണ്ടീഷൻ ഇതാണെന്ന് മനസ്സിലായി. ഇത് കൺഫേം ആക്കാനായി CT സ്കാനും എടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായി. അപ്പോൾ ഈ ദശ, ഈ കൊളസ്റ്റിയോട്ടോമ എന്ന ഈ രോഗാവസ്ഥ എല്ലായിടത്തും പടർന്നിരിക്കുകയായിരുന്നു. ഇതുമൂലം ചെവിയുടെ എല്ലുകൾ ദ്രവിച്ചു തുടങ്ങി. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഭാഗമായ സെമി സർക്കുലർ കനാൽ എന്നൊരു ഭാഗമുണ്ട്, അവിടെ ദ്രവിച്ചു. അവിടെ ഒരു ഹോൾ വരെ രൂപപ്പെട്ടിരുന്നു. ഇതിനെ പെരിലിംഫാറ്റിക് ഫിസ്റ്റുല എന്ന് പറയും. അപ്പം ഇതുമൂലമായിരുന്നു ഈ അമ്മയ്ക്ക് ഇത്രയും അസഹനീയമായ പ്രശ്നം. അപ്പോൾ നമ്മൾ അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റോഡെക്ടമി എന്ന സർജറിക്ക് വിധേയമാക്കി. അപ്പോൾ ഈ സർജറിയിലൂടെ ഈ രോഗാവസ്ഥയെല്ലാം ക്ലിയർ ചെയ്യുകയും അതിനുശേഷം ഈ ഹോൾ ഉൾപ്പെടെ ഈ ഭാഗത്തെല്ലാം ഒരു ഗ്രാഫ്റ്റ് വെച്ച് കവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ അമ്മ ഇപ്പോൾ വളരെയധികം ആശ്വാസം ലഭിച്ചു. ഇപ്പോൾ കറക്കുമെല്ലാം മാറ്റം വരികയും ഉണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചെവിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. തീർച്ചയായിട്ടും ENT ഡോക്ടറിനെ കാണിക്കുക.